പ്രിയ കുട്ടികളെ 57ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ എലിപ്സ് എന്നു പേരായ കോണിക് സെക്ഷനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി പഠിച്ചു. ഈ വീഡിയോ ക്ലാസ്സിൽ ഹൈപ്പർബോള എന്നു പേരായ കോണിക് സെക്ഷനെ കുറിച്ചാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായി ഈ ഹൈപ്പർബോളയുടെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എല്ലാവരും ആ എലിപ്സിന്റെ നിർവചനം എന്താണെന്ന് ഓർത്ത് നോക്കി. ഞാൻ അന്ന് അത് കാണിച്ച നൂലുകൊണ്ടൊക്കെ കാണിച്ചതൊക്കെ ഓർക്കുന്നുണ്ട്. ഇവിടെ അത് നൂലുകൊണ്ടൊക്കെ കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എലിപ്സ് കിട്ടിയത് എങ്ങനെയാണ്? അതായത് രണ്ട് നിശ്ചിത പോയിന്റുകളിൽ നിന്നും ഉള്ള ദൂരങ്ങളുടെ തുക കോൺസ്റ്റന്റ് ആയി വരുന്ന പോയിന്റുകളുടെ സെറ്റിനെ അല്ലേ എലിപ്സ് എന്ന് വിളിക്കാം. അങ്ങനെയല്ലേ? അതായത് രണ്ട് ഫിക്സഡ് പോയിന്റുകൾ തരും. ആ രണ്ട് ഫിക്സഡ് പോയിന്റുകളിൽ നിന്നും ഉള്ള ദൂരങ്ങളുടെ തുക തുല്യമായി വരണം. അങ്ങനെയുള്ള പോയിന്റുകളുടെ സെറ്റിനെയാണ് എലിപ്സ് എന്ന് വിളിക്കുക. എന്തായാലും ആ ദൂരങ്ങളൊക്കെ വരച്ച് കാണിച്ചായിരുന്നു. ഇനി അവിടെ ആ ദൂരങ്ങളുടെ തുകയ്ക്ക് പകരം എന്താണെന്നറിയോ, രണ്ട് നിശ്ചിത പോയിന്റുകളിൽ നിന്നുമുള്ള ദൂരങ്ങളുടെ വ്യത്യാസം, ഡിഫറൻസേ ഒരു നിശ്ചിത സംഖ്യ ആയി വരത്തക്ക തരത്തിലുള്ള പോയിന്റുകളുടെ സെറ്റിനെയാണ് ഹൈപ്പർബോള എന്ന് പറയുക. വ്യത്യാസമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതുപോലെ ഇങ്ങനെ നൂലുകൊണ്ട് വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളോട് ശ്രദ്ധിച്ച ഈ ബോർഡിലേക്ക് ശ്രദ്ധിച്ചു. ഇപ്പൊ രണ്ട് ഫിക്സഡ് പോയിന്റുകൾ ഇവിടെയും എലിപ്സിൽ ചെയ്തതുപോലെ തന്നെ രണ്ട് ഫിക്സഡ് പോയിന്റുകൾ F1 F2 എന്ന് കൊടുക്കുന്നു കേട്ടോ. എലിപ്സിൽ ഞാൻ F1 F2 നടത്തിരുന്നത് രണ്ട് ഫിക്സഡ് പോയിന്റുകളാണ്, മാറാൻ പാടില്ല. ഹൈപ്പർബോളയ്ക്ക് രണ്ട് ബ്രാഞ്ചുകളുണ്ട്. ഞാൻ നേരത്തെ കോണിക് സെക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ പറയാം, ഈ ഹൈപ്പർബോള ഹാസ് 2 ബ്രാഞ്ചസ്. ഓർക്കുന്നില്ലേ? രണ്ട് കോണുകളെ, ഡബിൾ നാപ്ഡ് കോണിനെ ഒരേ സമയം ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ രണ്ട് ബ്രാഞ്ചുകൾ ഒരേ സമയം രൂപം കൊള്ളുന്നു. അത് ചിലപ്പോൾ മുകളിലേക്കോ താഴോട്ടാകാം. നാപ്പുകൾ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഇടത്തേക്കോ വലത്തേക്കോ. ഞാനിപ്പോ ഇടത്തേക്കും വലത്തേക്കും തിരിഞ്ഞിരിക്കുന്ന ഒരു ഹൈപ്പർബോളയുടെ രണ്ട് ബ്രാഞ്ചുകളാണ് ഞാൻ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇത് എങ്ങനെ രൂപം കൊണ്ടെന്ന് പറഞ്ഞത്, ഈ ഹൈപ്പർബോളയിൽ ഏതൊരു പോയിന്റ് എടുത്ത് നോക്കി, ധാരാളം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. ഈ ബ്രാഞ്ചിലോട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്, ഈ ബ്രാഞ്ചിലോട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, ഈ രണ്ട് നിശ്ചിത പോയിന്റുകളിലേക്കുള്ള ദൂരങ്ങളുടെ വ്യത്യാസം സ്ഥിരസംഖ്യ ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു പോയിന്റ് പി എന്ന് എടുക്കാം. അപ്പൊ PF1 മൈനസ് PF2. ഇവിടെ വ്യത്യാസം പറയാൻ വലിയ ദൂരം മൈനസ് ചെറിയ ദൂരം ഉദ്ദേശിക്കുന്നത്. ഏതാണ് വലുത്? അപ്പൊ PF1 അല്ലെ വലുത്. ഇവിടെ ഇങ്ങോട്ടുള്ള ദൂരം PF1 മൈനസ് PF2 അത് കോൺസെപ്റ്റ്. അപ്പൊ PF1 മൈനസ് PF2 ഒരു 5 യൂണിറ്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എവിടെ ആയിരുന്നാലും, ഇവിടെ ആയിരുന്നാലും PF1 മൈനസ് PF2 5 ആയിരിക്കണം. ആ പോയിന്റ് ഇവിടെ ആയിരുന്നാലും ഉണ്ടോ PF1 മൈനസ് PF2 എന്നുള്ള 5 ആയിരിക്കണം. ഈ പോയിന്റ് ഈ ബ്രാഞ്ചിലായിരുന്നാലും തന്നെയാ അന്നേരം വലിയത് PF2 ആ. PF2 മൈനസ് PF1 അതേ വലിയ ദൂരം എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ച് എടുക്കുമ്പോൾ വലിയ ദൂരം ഇങ്ങനെ വരും. ആ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കണം? സെയിം തന്നെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെ ഉള്ള പോയിന്റുകളുടെ സെറ്റിനെയാണ് ഹൈപ്പർബോള എന്ന് പറയുക. അപ്പൊ എന്താണ് ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹൈപ്പർബോള ഈസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് such that the difference of their distances from two fixed points in a plane is always constant. മനസ്സിലായോ? ആ ഹൈപ്പർബോളയിലെ ഏത് പോയിന്റ് എടുത്താലും അല്ലെങ്കിൽ ആ പോയിന്റുകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ഫിക്സഡ് പോയിന്റുകളിലേക്കുള്ള ദൂരങ്ങളുടെ വ്യത്യാസം കോൺസ്റ്റന്റ് ആയിരിക്കണം. ജനറൽ ആയിട്ട് പറഞ്ഞാൽ PF1 മൈനസ് PF2 കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ പോയിന്റ് ഇവിടെ ആണെങ്കിൽ PF2 മൈനസ് PF1 ഈക്വൽ ടു കോൺസ്റ്റന്റ്. ആ രീതിയിൽ ഉള്ള പോയിന്റുകൾ സെറ്റ് ആകുമ്പോൾ രണ്ട് ബ്രാഞ്ചുകൾ ഇതുപോലെ കിട്ടിയിരിക്കും. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വേണം, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയാവും ഡെഫിനേഷൻ. മനസ്സിലായല്ലോ? രണ്ട് ബ്രാഞ്ചുകൾ ചിലപ്പോൾ ഇങ്ങോട്ടേ ഇരിക്കാം, അല്ലെങ്കിൽ മുകളിലേക്കും താഴോട്ടും ആയിരിക്കാം. നമുക്ക് രണ്ട് ടൈപ്പ് ഹൈപ്പർബോളകളെ പറ്റി മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ആദ്യമേ പരാബോളകൾ 4 ടൈപ്പ് പഠിച്ചു. എലിപ്സുകൾ 2 പഠിച്ചില്ല. 2 ടൈപ്പിലേ പഠിച്ചുള്ളൂ. 2 ടൈപ്പേ നമ്മൾ പഠിച്ചുള്ളൂ കേട്ടോ. അതുപോലെ ഹൈപ്പർബോളയിൽ നമുക്ക് പഠിക്കേണ്ട 2 ടൈപ്പുകളേ ഉള്ളൂ. ഇനി ഹൈപ്പർബോളയോട് ബന്ധപ്പെട്ട ചില ടേംസ് എലിപ്സിലും പരാബോളയിലേക്ക് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ചില ഇമ്പോർട്ടന്റ് ടേംസ് ഉണ്ട്. അത് രണ്ട് ഫിക്സഡ് പോയിന്റുകളുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഹൈപ്പർബോളയിലെ രണ്ട് ഫിക്സഡ് പോയിന്റുകളുടെ കാര്യം പറഞ്ഞില്ലേ? ആ രണ്ട് ഫിക്സഡ് പോയിന്റുകൾ പറയുന്ന പേരാണ് ഫോസൈ ഓഫ് ദ ഹൈപ്പർബോള. ഫോസൈ ഫോക്കസിന്റെ ബഹുവചനമാണ്. എലിപ്സിൽ പറഞ്ഞ മിക്കവാറും ടേംസ് ഹൈപ്പർബോളയിലും ആപ്ലിക്കബിൾ ആണുള്ളത്. അതേ ടേംസ് അതേ പേര് തന്നെ നമ്മളിവിടെ കടമെടുക്കുന്നുണ്ട്. ഏതാനും ചില ടേംസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടുത്തെ രണ്ട് ഫിക്സഡ് പോയിന്റുകൾക്ക് പറയുന്ന പേരെന്താണ്? ഫോസൈ ഓഫ് ദി ഹൈപ്പർബോള എന്ന് പറയും. F1 and F2 നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇനി ദ ലൈൻ പാസിംഗ് ത്രൂ ദ ലൈൻ ആണ് കേട്ടോ. ലൈൻ പാസിംഗ് ത്രൂ ദ ടു ഫോസൈ F1 F2 is called the transverse axis of the hyperbola. Transverse
എലിപ്സിന്റെ കാര്യത്തിൽ മേജർ ആക്സിസ് അല്ലേ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, രണ്ട് ഫോക്കസുകളിലൂടെ കടന്നു പോകുന്ന ലൈൻ എന്ന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇവിടെ TRANSVERSE ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയും. അപ്പൊ ഞാനിവിടെ ഒന്ന് വരച്ചു കാണിക്കുക. രണ്ട് ഫോസൈകളിൽ കൂടി കടന്നു പോകുന്ന ലൈനാണ്, കണ്ടോ? ഇത് നമ്മുടെ രണ്ട് വശത്തേക്ക് ഇന്റർഫിനായിട്ട് പോവുകയാണ്. ഇതിനെയാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുക. ഹൈപ്പർബോളയുടെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നു. ഇന്റർസെക്ടിങ് ദ ഹൈപ്പർബോള ഇൻ 2 points, say A and A dot എടുത്തോളൂ. ഈ രണ്ട് പോയിന്റുകൾ A dot ഇരിക്കട്ടെ. ഈ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഉണ്ടല്ലോ, ഹൈപ്പർബോളയിലെ രണ്ട് ബ്രാഞ്ചുകളിലെ രണ്ട് പോയിന്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്നില്ലേ, ആ രണ്ട് പോയിന്റുകൾക്ക് പറയുന്ന പേരെന്തായിരിക്കും? വെർട്ടീസസ് ഓഫ് ദി ഹൈപ്പർബോള. എലിസ് പറയുന്ന പോലെ തന്നെയാണ് വെർട്ടീസ് ഓഫ് ദി ഹൈപ്പർബോള എന്ന് പറയും. അപ്പൊ ഈ രണ്ട് ടേൺ പോയിന്റുകളാണ് ഹൈപ്പർബോളയുടെ വെർട്ടീസസ് എന്ന് പറയുന്നത്. വെർട്ടീസസ് എന്ന് പറയും. ഇനി ദി മിഡ് പോയിന്റ് ഓഫ് A dash, അതായത് ട്രാൻസ്വേഴ്സ് അതിനുമ്പ് A dash, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A and A dash, അല്ലെങ്കിൽ the length of A dash is called the length of the transverse axis. ഇപ്പൊ ട്രാൻസ്വേഴ്സ് ആക്സിന് നീളം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് മൊത്തം ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ്. പക്ഷെ ട്രാൻസ്വേഴ്സ് ആക്സിന് നീളം കാണാൻ പറഞ്ഞാൽ ഈ രണ്ട് വെർട്ടെക്സുകൾക്കിടയിലെ ദൂരം കണ്ടാൽ മതി. A dash എന്നിവ തമ്മിലുള്ള അകലമാണ് എന്തെന്ന് പറയുക? ട്രാൻസ്വേഴ്സ് ആക്സിന്റെ നീളം എന്ന് പറയുക. അതിന് നമ്മള് ഇനി മുതൽ 2A എന്ന് ഡിനോട്ട്, ടോട്ടൽ ലെങ്ത് 2A എന്ന് ഡിനോട്ട്, A dash equal to 2A എന്ന് പറയും. 2 into small a എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ്സ് ഹാഫ് equal to A. എലിപ്സിൽ അങ്ങനെ തന്നെയല്ലായിരുന്നു, രണ്ട് വെർട്ടെക്സുകൾക്കിടയിൽ 2A എന്നല്ലായിരുന്നു. അതുപോലെ തന്നെ ഹൈപ്പർബോളയുടെയും ട്രാൻസ്വേഴ്സ് ആക്സിന്റെ മൊത്തം നീളത്തെ 2A കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി ഇത് മിഡ് പോയിന്റ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ്. A ഡാഷിന്റെ മിഡ് പോയിന്റ്, ഒരു മിഡിൽ പോയിന്റ് ഉണ്ട്. That is called the center of the hyperbola. എലിപ്സിൽ എന്തായിരുന്നു സെന്ററിന്റെ? എലിപ്സിന്റെ സെന്റർ എന്തായിരുന്നു? മേജർ ആക്സിന്റെ മിഡിൽ പോയിന്റിനല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ മേജർ ആക്സിന് തുല്യമാണ്, ഇവിടെ മേജർ ആക്സിന് ഇക്വലന്റ് ആണ് ഇവിടെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് ആക്സിന്റെ മിഡ് പോയിന്റിനാണ് സെന്റർ ഓഫ് ദി ഹൈപ്പർബോള എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സാധാരണ O എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ദ ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ, passing through the center and perpendicular to the transverse axis is called the conjugate axis of the hyperbola. Conjugate axis, conjugate axis, transverse axis ഉണ്ട്. conjugate എന്താണ്? conjugate axis എന്നാൽ സെന്ററിലൂടെ കടന്നു പോകുന്നതും ട്രാൻസ്വേഴ്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതുമായ ലൈൻ ഉണ്ട്. ഇതുപോലെ വരും. ഇതിനെയാണ് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുക. ഇതാണ് കോൺജുഗേറ്റ്. ഇത് ട്രാൻസ്വേഴ്സ് ആക്സിസ്, അതിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? ട്രാൻസ്വേഴ്സ് ആയിട്ട് നീളം. ഇത് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയും. ഇനിയും നമ്മള് ലെറ്റ് OF1 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോസൈ. എലിസ് പറഞ്ഞ പോലെ രണ്ട് ഫോക്കസുകൾക്കിടയിലുള്ള ദൂരം മൊത്തം ദൂരം 2C ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ OF1 ഈക്വൽ ടു സ്മോൾ c. ഇവിടുന്ന് ഇവിടെ വരെ സ്മോൾ c എന്നാണ് എഴുതുക. അതല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ സ്മോൾ c തന്നെ ആയിരിക്കും. സോ ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോസൈ ഈക്വൽ ടു 2C കിട്ടും. ഈ ദൂരവും C ആണ്, ഈ ദൂരവും C ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് F2 ഫോക്കസുകൾക്കിടയിലുള്ള ദൂരം 2C എന്ന് പറയും. അത് എലിപ്സിലും അങ്ങനെ തന്നെയായിരുന്നു, ഫോക്കസുകൾക്കിടയിലുള്ള ദൂരം 2C ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഹൈപ്പർബോളയുടെ രണ്ട് ഫോക്കസുകൾക്കിടയിലുള്ള ദൂരം 2C ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് C കിട്ടും. പകുതിയാണല്ലോ C എന്ന് പറയുന്നത്. A എന്ന് പറയുന്നതാണ് മേജർ ആക്സിസ്, ട്രാൻസ്വേഴ്സ് ആക്സിന്റെ പകുതി. OA dash equal OA equal A ആണ്. ടോട്ടൽ ലെങ്ത് 2A എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ രണ്ട് അക്ഷരങ്ങൾ നമ്മുടെ യൂസ് ഉണ്ടോ? രണ്ട് ഫോക്കസുകൾക്കിടയിലുള്ള ദൂരം 2C, അതിൽ നമുക്ക് C കണ്ടുപിടിക്കാം. രണ്ട് വെർട്ടിസസുകൾക്കിടയിലുള്ള ദൂരം 2A, അതിൽ നമുക്ക് A കണ്ടുപിടിക്കാം. ഈ Aയും C കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ B ഈക്വൽ റൂട്ട് ഓഫ് C സ്ക്വയർ മൈനസ് C സ്ക്വയർ. ഈ ഫോർമുല വെച്ച് സിയും എയും കിട്ടിയല്ലോ, ഇത് വെച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി B ഡിഫൈൻ ചെയ്യുന്നു. എങ്ങനെ? റൂട്ട് ഓഫ് C സ്ക്വയർ മൈനസ് A സ്ക്വയർ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ then 2B is called, ഇതിന്റെ ഇരട്ടി B കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ ഇരട്ടി, അതിനെയാണ് ലെങ്ത് ഓഫ് ദി കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺജുഗേറ്റ് ആക്സിസ് ആണ്, ഇതിനെ മൊത്തം കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നു. അതിന്റെ നീളം എത്രയാന്ന് ചോദിച്ചാൽ 2B ആണ്. അപ്പൊ B എങ്ങനെ കണ്ടുപിടിക്കാം? B എന്നുള്ളത് റൂട്ട് C സ്ക്വയർ മൈനസ് A സ്ക്വയർ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ഇരട്ടി എടുക്കുക. അതിനെയാണ് കോൺജുഗേറ്റ് ആക്സിസിന്റെ നീളമായിട്ട് എടുക്കുക എന്ന് പറയുന്നത്. ഒറിജിനിൽ B യൂണിറ്റ് മുകളിലേക്കും താഴോട്ട് എടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടും B യൂണിറ്റ് എടുക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് B ഇടും. അപ്പൊ ടോട്ടൽ ലെങ്ത് 2B കിട്ടിക്കോളുന്നല്ലോ. ഈ രണ്ടറ്റങ്ങളെ കോൺജുഗേറ്റ് ആക്സിന്റെ രണ്ടറ്റങ്ങളെ B ഡാഷ് എന്ന് ഡിനോട്ട്. എലിപ്സിലേതുപോലെ തന്നെ അവിടെ എന്തായിരുന്നു? മേജറും മൈനർ ആക്സിസ് ആയിരുന്നു. അതിന് പോലെ ഇവിടെ കോൺജുഗേറ്റ് ആക്സിസ് രണ്ടറ്റങ്ങളെ B ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി വീണ്ടും നമ്മൾ എലിപ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു റേഷ്യോ, സിയും എയും തമ്മിലുള്ള റേഷ്യോ C/A.
ഈസ് കോൾഡ് ദി എക്സെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള എന്ന് പറയും. അത് എലിപ്സിന്റെ കാര്യത്തിൽ അതിനായിരുന്നു. എക്സെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല റേഷ്യോസ് എന്തിനായിരുന്നു? സി ബൈ എ തന്നെയായിരുന്നു. കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയ്ക്ക് വ്യത്യാസം ഇടുന്നേ ഉള്ളൂ. എലിപ്സിന്റെ കാര്യത്തിൽ ബി റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ആയിരുന്നു കേട്ടോ. ഇവിടെ സി സ്ക്വയർ മൈനസ്, അങ്ങനെ നേരിയ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ദ റേഷ്യോ സി ബൈ എ ഈസ് കോൾഡ് ദി എക്സെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള എന്ന് പറയും. എക്സെൻട്രിസിറ്റി എന്ന് പറയും ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി. ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അറിഞ്ഞിരിക്കാം. എലിപ്സിന്റെ കാര്യത്തിൽ എക്സെൻട്രിസിറ്റി എന്തായിരുന്നു? ലെസ് ദാൻ 1 അല്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. 0 നും 1 നും ഇടയിലുള്ള ഒരു സംഖ്യ ഒരാള്. എന്നാൽ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി 1നേക്കാൾ വലിയ ഒരു ക്വാണ്ടിറ്റി 1 പോയിന്റ് സംതിങ് അറിഞ്ഞിരിക്കുക. അതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഒരു ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പം ഇനി വീണ്ടും ഒരു കാര്യം കൂടെ ഉണ്ട്. ഓർത്ത് നോക്കിയേ, എലിപ്സിൽ പറഞ്ഞൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. എന്തായിരിക്കും? ലാറ്റസ് റെക്ടം ഓഫ് ദി എലിപ്സ്, ലാറ്റസ് റെക്ടം ഓഫ് ദി പരാബോള എല്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ ഹൈപ്പർബോളയ്ക്കും ലാറ്റസ് റെക്ടം ഉണ്ട്. എന്തായിരിക്കും? ഫോക്കസിലൂടെ, 2 ഫോക്കസുകളിലെ 2 അറ്റത്തുണ്ട്. ഫോക്കസിലൂടെ കടന്നു പോകുന്നതും ട്രാൻസ്വേഴ്സ് ആക്സിൽ ലംബമായിട്ടുള്ളതുമായ ഒരു കോഡ്, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് ഉണ്ട്. എങ്ങനെ വരും? ഫോക്കസിലൂടെ കടന്നു 2 അറ്റത്ത് വരയ്ക്കാം. 2 ലാറ്റസ് റെക്ടങ്ങൾ വരയ്ക്കാം. ഏതെങ്കിലും എടുക്കാം. ഫോക്കസിലൂടെ കടന്നു പോകുന്നതും ട്രാൻസ്വേഴ്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതുമായ കോഡ്. അതിന്റെ 2 അറ്റങ്ങളെ എൽ ഡാഷ് കിട്ടിയിട്ടുണ്ട്. LF to L dash അല്ലെ LF1 L dash എന്ന് പറയും. ഇനിയാണ് എന്ത് പറയുക? ലാറ്റസ് റെക്ടം ഓഫ് ദി ഹൈപ്പർബോള. ലാറ്റസ് റെക്ടം ടേംസ് സെയിം തന്നെ ഉണ്ടോ? ഇവിടെ ഇതിനാണ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ലാറ്റസ് റെക്ടം ഓഫ് ദി ഹൈപ്പർബോള. ഇത്രയുമാണ് ഹൈപ്പർബോളയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ്? ട്രാൻസ്വേഴ്സ് ആക്സിസ് ഉണ്ട്, കോൺജുഗേറ്റ് ആക്സിസ് ഉണ്ട്, പിന്നെ ഇത് ലാറ്റസ് റെക്ടം ഉണ്ട്, പിന്നെ നമ്മൾ സിയുടെ ഡെഫിനിഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് 2 തരം ഹൈപ്പർബോളയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമുക്ക് പഠിക്കേണ്ടത് 2 ഉള്ളൂ. 2 വിശദമായിട്ട് പഠിക്കാം. ആദ്യം ഹൈപ്പർബോള ഇക്വേഷൻ ശ്രദ്ധിക്കുക. x² - y² - b²=1. എലിപ്സിൽ പഠിച്ചതാണ്. x²/a² അടുക്ക് പ്ലസ് ആയിരുന്നു കേട്ടോ. ഹൈപ്പർബോളയിൽ അടുക്ക് മൈനസ് ആണെന്ന കാര്യം മറക്കരുത്. =1 തന്നെയാണ്. അപ്പം ഇവിടെ പക്ഷേ എ ഗ്രേറ്റർ ദാൻ ബി എന്നോ ബി ഗ്രേറ്റർ ദാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ എലിപ്സിന്റെ കാര്യത്തിൽ നിർബന്ധം ഉണ്ടായിരുന്നു എ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബി. പക്ഷേ ഹൈപ്പർബോളയുടെ കാര്യത്തിൽ എ എന്നുള്ളത് ബിയേക്കാൾ വലുതോ ചെറുതോ ഈക്വലോ ആകാം. അതായത് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഉണ്ടല്ലോ, കോൺജുഗേറ്റ് ആക്സിനേക്കാൾ വലുതോ ചെറുതോ ഈക്വലോ ആകാമെന്ന്. എലിപ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഏത് എലിപ്സ് ആയാലും മേജർ ആക്സിസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബി, മൈനർ ആക്സിസ് ആയിരുന്നു എ ഗ്രേറ്റർ ദാൻ ബി ആയിരുന്നു. പക്ഷെ ഹൈപ്പർബോളയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞ മനസ്സിലായില്ല. അതറിഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും എഴുതാത്തത്. ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടാൽ അതിന്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു ഹൈപ്പർബോള ആയിരിക്കും കിട്ടാൻ പോവുക. ഇതേപോലുള്ള ഈ ഹൈപ്പർബോളയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കി. ഇത് ഞാൻ എക്സ് ആക്സിസ് ആണ് എടുക്കുക, y ആക്സിസ് വരച്ചിരിക്കുന്നത്. ഹിയർ ട്രാൻസ്വേഴ്സ് ആക്സിസ് ലൈസ് അലോങ് ദി എക്സ് ആക്സിസ് അല്ലെ. 2 ഫോക്കസുകളിൽ കൂടി കടന്നു പോകുന്ന ലൈനാണല്ലോ ട്രാൻസ്വേഴ്സ്. ഇവിടുത്തെ ട്രാൻസ്വേഴ്സ് ആക്സിസ് ലൈസ് അലോങ് ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിന്റെ ഭാഗമല്ലേ ട്രാൻസ്വേഴ്സ് ആക്സിസ്. അതിന്റെ കോൺജുഗേറ്റ് ആക്സിസ് ലൈസ് അലോങ് ദി y ആക്സിസ്. സോ ദാറ്റ് സെന്റർ ഈസ് അറ്റ് ദ ഒറിജിൻ ആയിരിക്കുമല്ലോ. ഈ ഹൈപ്പർബോളയുടെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എക്സ് ആക്സിൽ കിടന്നു, കോൺജുഗേറ്റ് ആക്സിസ് y ആക്സിൽ കിടക്കുന്നു, സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണല്ലോ. അതെ. അപ്പോൾ 2 ഫോക്കസുകളും സ്വാഭാവികമായിട്ട് എവിടെയാണ്? എക്സ് ആക്സിൽ തന്നെ കിടക്കുന്നു. ഇനി ഈ ഇങ്ങനെ ഒരു ഹൈപ്പർബോളയുടെ സെന്റർ നോക്കി 0 പ്രത്യേകിച്ച് പറയുന്നത് സെന്റർ ഒറിജിൻ ആണല്ലോ 0 ഇതിന് ഫോസൈ +or-0. എലിപ്സിന് അതേ ഫോർമുല തന്നെയല്ലേ, പഠിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. +or-0 വെർട്ടീസസ് +or-a0 സെയിം തന്നെയല്ലായിരുന്നു എലിപ്സിന്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിൽ അവിടെ എലിപ്സിന്റെ കാര്യത്തിൽ മേജർ ആക്സിന്റെ ലെങ്ത് 2a, അതുപോലെ ട്രാൻസ്വേഴ്സ് ആക്സിന്റെ ലെങ്ത് 2a എന്ന് ഓർത്താൽ മതിയാവും. അതുപോലെ ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് 2b. എലിപ്സിന്റെ മൈനർ ആക്സിന്റെ ലെങ്ത് 2b ആയിരുന്നു. അതിന് പോലെ ഇവിടെ ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് എന്നുള്ളൂ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2 × b²/a അത് തന്നെയായിരുന്നു എലിപ്സിന്റെയും ലാറ്റസ് റെക്ടത്തിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ ഫോർമുല പഠിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. എന്താ വ്യത്യാസമുള്ളൂ? ഇവിടെ ഇക്വേഷൻ വ്യത്യാസമുണ്ട് കേട്ടോ. നേരിയ വ്യത്യാസങ്ങൾ, പടത്തിന്റെ ഷേപ്പിനൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി അടുത്തൊരു എലിപ്സ് ഹൈപ്പർബോള നോക്കി. y²/a² - x²/b² = 1. ഇവിടെ എങ്ങനെ തിരിച്ചറിയും ഈ 2 ഇതിൽ ഏത് ടൈപ്പ് ആണല്ലോ? ഇവിടെ നോക്കുക. x² തുടങ്ങുന്നു, y² അല്ല. ആദ്യം ഫസ്റ്റ് ടൈം x² ആണ്, സെക്കൻഡ് ടൈം y². ഇവിടെ അങ്ങനെയല്ല, ഫസ്റ്റ് ടൈം y² ആണ്. അല്ലെ എയും ബി മാറിയില്ല. എലിപ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, എയും ബി മാറുമായിരുന്നു. ഇവിടെ എയും ബി അല്ല മാറുന്നത്, എക്സും വൈ ആ മാറുന്നത്. ഇവിടെ y² ആണ് ആദ്യത്തെ, x² രണ്ടാമത്തെ, നടുക്കും മൈനസ് ആണ്. ഈക്വലിറ്റി മാറ്റമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടാൽ അതിന് ഗ്രാഫ് വരെ ഇതുപോലെ ഒരു ബ്രാഞ്ച് മുകളിലേക്കും ഒരു ബ്രാഞ്ച് താഴേക്കും. അതാണല്ലോ ഞാൻ അന്ന് ആ കോണിക് സെഷൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് കട്ട് ചെയ്തപ്പോഴത്തേന് ഞാൻ ആ കോണ് അപ്പറിന് അപ്പും ലോവർ ഒരേ സമയം കട്ടിയപ്പോഴല്ലേ അല്ലെ കോൺ മുകളിലേക്കും താഴോട്ടും
പിടിച്ചു കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കും താഴോട്ട് കിട്ടും. തിരിച്ചു പിടിക്കുകയാണെങ്കിൽ രണ്ടിന് അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. അതേ ഉള്ളൂ. ഇതിലാണ് നല്ല ടൈപ്പ്. അല്ലാതെ ഹൈപ്പർബോള ഉണ്ട്. അത് ഹയർ ക്ലാസ്സിൽ നിങ്ങൾ മാത്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോളൂ. ഇനി ഇതിന്റെ സെന്റർ എന്ത് തന്നെയായിരിക്കും? ഈ ഹൈപ്പർബോളയുടെ 0 0 ഇതിന് മാറ്റമൊന്നുമില്ല. ഇതിന്റെ ഫോസൈ എന്ന് പറഞ്ഞാൽ 0 ± c ആണ്. കാരണം എന്തുകൊണ്ടാണ്? Y ആക്സിലല്ലേ കിടക്കുന്നത്. എലിപ്സിനെ പോലെ തന്നെയാണ്. അതുപോലെ വെർട്ടീസസ് എന്ന് പറയുന്നത് 0 ± a ആണ്. കാരണം Y ആക്സിൽ കിടക്കുന്നത് 0 ± ആണ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് അതിനൊന്നും മാറ്റില്ല. തിരിച്ചു വെക്കണമെന്നേ ഉള്ളൂ. ട്രാൻസ്വേഴ്സ് ആക്സിന്റെ നീളത്തിനൊന്നും മാറ്റില്ല. 2a, കോൺജുഗേറ്റ് ആക്സിന്റെ നീളം 2b, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്നുള്ള 2b²y. അതുകൊണ്ട് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എലിപ്സിനും പരാബോളയ്ക്കും ഹൈപ്പർബോളയ്ക്കും ടേബിൾ ഉണ്ട് കേട്ടോ. അതും മാത്രം പഠിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതിന്റെ ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാം. എല്ലാവരും വീണ്ടും പുസ്തകം എടുക്കുക. എക്സർസൈസ് 13.4 എടുക്കുക. In questions 1 to 6, find the foci, vertices, eccentricity and the length of lateral rectum of the following hyperbolas ആണ് കേട്ടോ. താഴെ കുറെ ഹൈപ്പർബോളകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പറയുന്നതൊക്കെ കണ്ടുപിടിക്കുക. ആ ഹൈപ്പർബോളയുടെ ഫോസൈ കണ്ടുപിടിക്കുക, വെർട്ടിസസ് കണ്ടുപിടിക്കുക, എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുക, ലെങ്ത് ഓഫ് ലാറ്റസ് കണ്ടുപിടിക്കുക. ഇതെല്ലാം ആ എലിപ്സിന്റെ പ്രോബ്ലം ചെയ്യാൻ പഠിച്ചവർക്ക് വളരെ ഈസിയാണ്. അതേപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലെന്നുള്ള മിക്കവാറും ഫോർമുലകൾ സെയിം തന്നെയാണ്. Question 1, x² / 16 - y² / 9 = 1. അപ്പൊ ആദ്യം ഇതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ നമുക്ക് എന്തൊക്കെ വേണം? എയും ബിയും സി ഒക്കെ വേണം അല്ലെ? എലിപ്സ് ചെയ്ത പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എ ബി സി ഈ ആ അക്ഷരമാലക്രമത്തിൽ കണ്ടുപിടിക്കാന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ ഇതൊന്ന് തിരിച്ചറിയുക. ഇത് ഏത് ടൈപ്പ് ഹൈപ്പർബോളയാണ്? 2 ഹൈപ്പർബോളകൾ നമ്മുടെ ഏകദേശമുണ്ട്. ഏത് ടൈപ്പാണോ? ഫസ്റ്റ് ടൈപ്പ് ആണോ സെക്കൻഡ് ടൈപ്പ് ആണോ? ഇത് നോക്കി, ആദ്യം x² തുടങ്ങുന്നേ. അത് അങ്ങനെ നോക്കട്ടെ. ഹൈപ്പർബോള നോക്കട്ടെ അങ്ങനെയാണ്. x² ആണോ y² ആണോ തുടങ്ങിയിട്ട് x² തുടങ്ങിയ ആദ്യത്തേതാണ്. ആദ്യത്തെ ഹൈപ്പർബോള ഇങ്ങനെ ഇരിക്കുന്ന ഹൈപ്പർബോള അല്ലെ? എങ്ങനെയാ വരിക? അപ്പൊ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് the given hyperbola is in the form of x² / a² - y² / b² = 1. Compare the a² and b² value. a² = 16, b² = 9. അതുകൊണ്ട് a യുടെ വാല്യൂ 4 എന്ന് കിട്ടും. √16 and b √9 3 കിട്ടി. a b കിട്ടിയ ഹെൽപ്പിന് എളുപ്പമല്ലേ? പിന്നെ എന്ത് കണ്ടുപിടിക്കാം? c കണ്ടുപിടിക്കാം. c കാണാനുള്ള ഫോർമുല എന്താണ്? √a² + b² ആണ് കേട്ടോ. അത് ഞാനവിടെ വേറൊരു ഫോർമുല b² = √c² - a² എഴുതുന്നുണ്ട്. അതിന് നമുക്ക് തിരിച്ചിട്ട് സിയുടെ വാല്യൂ കാണുമ്പോൾ √a² + b². എലിപ്സിന്റെ കാര്യത്തിൽ സിയുടെ വാല്യൂ എന്തായിരുന്നു? √a² - b². ആ വ്യത്യാസം മനസ്സിലായി. എലിപ്സിലാണെങ്കിൽ മാറിപ്പോകരുത്. സി എന്ന് പറയുന്നത് √a² - b² ആണ്. ഹൈപ്പർബോളയിലാണെങ്കിൽ സി എന്ന് പറയുന്നത് √a² + b². അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. തമ്മിലുള്ള വ്യത്യാസമാണ്. ദാറ്റ് ഈസ് ഈക്വൽ √a² എന്ന് പറയുമ്പോൾ 16 + b². √25 5 എന്ന് കിട്ടും അല്ലെ? √25. therefore നമുക്ക് എന്ത് എ ബി സി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഈ കാണാനല്ലേ ഞാൻ പറഞ്ഞത്? c/a. ദാറ്റ് ഈസ് ഈക്വൽ 5/4. 5/4 ഗ്രേറ്റർ ആണ് ഞാൻ പറഞ്ഞത്. ഏതൊരു ഹൈപ്പർബോളയുടെയും എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇവിടെ അങ്ങനെ 5/4. പക്ഷെ എലിപ്സിന്റെ കാര്യത്തിൽ അത് ഒന്നിൽ താഴെയായിരിക്കും. അപ്പൊ എ ബി സി ഇനി നമുക്ക് ഇതിനകത്ത് ക്രമത്തിൽ കണ്ടുപിടിക്കാം. എലിപ്സ് ചെയ്ത അതേ ക്രമത്തിൽ തന്നെ ഫോസൈ കണ്ടുപിടിക്കാം. ഈ ഹൈപ്പർബോളയുടെ ഫോസൈ എന്ന് പറയുന്നത് x ആക്സിലല്ലേ? അപ്പൊ അതായിരിക്കും ± c0. ദാറ്റ് ഈസ് ഈക്വൽ ടു ± 5,0. ഇനി രണ്ടാമത് എന്താണ്? വെർട്ടീസസ്. ഇവിടെ ആവശ്യപ്പെട്ടത് മാത്രം കണ്ടാൽ മതി. വെർട്ടീസസ് എന്ന് പറയുന്നത് ± a0 ആണ്. ദാറ്റ് ഈസ് ± 4 0 ± 4 0. a എന്ന് പറയുന്നത് 4 ആണല്ലോ. 4. ഇനി അടുത്തത് എക്സെൻട്രിസിറ്റി ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആവർത്തിക്കണം എന്ന് നിർബന്ധമില്ല. ആൻഡ് ലാസ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 × b² / a ആണ്. ദാറ്റ് ഈസ് 2 × b യുടെ സ്ക്വയർ. എത്ര കിട്ടും? b എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 9. 3ന്റെ സ്ക്വയർ 9/a എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 9/2 എന്നും കിട്ടും. 9/2. ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ഇതിന്റെ കൂടെ ഇനിയും ചോദിക്കാണ്ടോ? ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ചോദിക്കാം. ഇവിടെ ചോദിച്ചിട്ടില്ല. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ചോദിച്ചാൽ എന്തായിരിക്കും? 2a അല്ലെ? ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് ആണെങ്കിൽ 2b. അതൊക്കെ ചോദ്യം നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യണം. ചോദ്യത്തിനകത്ത് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ. അടുത്ത രണ്ടാമത്തെ ഹൈപ്പർബോള നോക്കിയേ. y² / 9 - x² / 20 = 1. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനും കണ്ടുപിടിക്കണം. ആദ്യമേ തിരിച്ചറിയുക. 2 ടൈപ്പ് ഹൈപ്പർബോളകളിൽ ആദ്യത്താണോ രണ്ടാമതാണോ? രണ്ടാമതല്ലേ. കാരണം y² തുടങ്ങുന്നു. അങ്ങനെയാണ് നോക്കേണ്ടത് അല്ലെ? അപ്പൊ അത് ഇങ്ങനെയായിരിക്കും. മുകളിലേക്കും താഴോട്ട് തിരിച്ചിരിക്കുന്ന ഹൈപ്പർബോളയാണ്. ഇങ്ങനെ വരും ഇതിന്റെ. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് the given hyperbola is in the form of y² /
എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 27, therefore a is equal to root 9 equal to 3 and b is equal to root of 27. root of 27 എന്ന് വേണമെങ്കിൽ 3 root 3 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ. 9 × 3 എന്ന് വെച്ചിട്ട് 9 റൂട്ട് 3, അപ്പം 3 root 3 എന്ന് വേണമെങ്കിൽ എഴുതാം. അത് കിട്ടി. എയും ബി കിട്ടിയാൽ പിന്നെ ഉടനെ എന്ത് ചെയ്യണം പറഞ്ഞത്? സി ആണല്ലേ പറഞ്ഞത്. സി എന്നുള്ളത് എന്തായിരിക്കും? ഫോർമുലയ്ക്ക് മാറിപ്പോകരുത്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുള്ളതാണ്. എലിപ്സും ഹൈപ്പർബോളയും മാറിപ്പോകും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9 പ്ലസ് 27, അപ്പം 36, റൂട്ട് 36 സമം 6 എന്ന് കിട്ടും അല്ലെ. സി കിലോ 6 എന്ന് കിട്ടും. എ ബി സി കിട്ടി കഴിഞ്ഞാൽ അടുത്ത എക്സെൻട്രിസിറ്റി ഇ കണ്ടോളൂ. എക്സെൻട്രിസിറ്റി ഇ സി ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 6/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ 1 ആണ്, ഹൈപ്പർബോള ആയതുകൊണ്ടാണ്. എ ബി സി ഇനിയിപ്പോ അത് ആവശ്യപ്പെട്ട പോലെ എന്താണ് ഫോസൈ കണ്ടുപിടിക്കുക. ഫോസൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടാമത്തെ ടൈപ്പിന്റെ 0 പ്ലസ് ഓർ മൈനസ് സി ആണ്. ദാറ്റ് ഈസ് 0 പ്ലസ് ഓർ മൈനസ് 6 കിട്ടി. അടുത്ത എന്താണ് വേണ്ടത്? വെർട്ടീസസ് വേണം. വെർട്ടീസസ് എന്തായിരിക്കും? ഈ തിരിഞ്ഞിരിക്കുന്ന വെർട്ടീസസ് ഹൈപ്പർബോള ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 3 കിട്ടി. ഇനി എന്താണ്? ലെങ്ത് ഓഫ് ഡാറ്റ സെക്ടർ. സെയിം ഫോർമുല 2b² വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എല്ലാം എളുപ്പമാണ്. എലിപ്സ് പഠിച്ചവർക്ക് വളരെ ഈസിയാണ് കേട്ടോ. ചോദ്യം 3, 9y² മൈനസ് 4x² 36. ഇതൊരു ഹൈപ്പർബോളയാണ്. പക്ഷെ ഇത് ഏത് രൂപത്തിലല്ല? സ്റ്റാൻഡേർഡ് രൂപത്തിലല്ല, ജനറൽ രൂപത്തിലല്ല. നമ്മുടെ എലിപ്സിൽ ഇതുപോലത്തെ കണക്കുകൾ ചെയ്തായിരുന്നു. ജനറൽ രൂപത്തിലല്ലാത്ത എലിപ്സുകൾ ചെയ്ത് അതുപോലെ തന്നെയാണ് ഇവിടെ. ഇതിന് ജനറൽ രൂപത്തിലാക്കണം. എന്ത് ചെയ്യണം? റൈറ്റ് സൈഡ് 1 ആക്കണ്ടേ? അപ്പൊ ആദ്യം തന്നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു വ്യത്യാസമില്ല. അപ്പൊ ആദ്യമേ ഡിവൈഡ് ബൈ 36 വി ഗെറ്റ് 9y² ബൈ 36 മൈനസ് 4x² ബൈ 36 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ആദ്യ സ്റ്റെപ്പ് കിട്ടി. അപ്പൊ എന്താ? 9 36 കൊണ്ട് കിട്ടി. താഴെ 4 y² ബൈ 4 അല്ലെ. 36 9 4 എഴുതാം. അല്ലെങ്കിൽ 36 ബൈ 9 എങ്ങനെയെങ്കിലും എഴുതാം. ഇവിടെ 4 36 കൊണ്ട് കിട്ടി. താഴെ 9 എഴുതാം. ഈസ് ഈക്വൽ ടു 1 കിട്ടി. വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് എന്താ? y² അല്ലേ തുടങ്ങുന്നത്. ഏത് രൂപത്തിലായിരിക്കും? y² ബൈ a² മൈനസ് x² ബൈ b² ഈക്വൽ ടു 1 വിച്ച് ഈസ് ഇൻ ദ ഫോം. ആദ്യത്തെ രണ്ടാമത്തെ ടൈപ്പാണ് ഇങ്ങനെ ഇരിക്കുന്ന ഹൈപ്പർബോള കേട്ടോ. ഓർത്തോണം, ഇതുപോലത്തെ ഹൈപ്പർബോളയാണ്. ഇങ്ങനത്തെ ഹൈപ്പർബോളയാണ്. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ കമ്പയർ ചെയ്ത് a² ഈക്വൽ ടു 4, b² ഈസ് ഈക്വൽ ടു 9. അതുകൊണ്ട് a ഈസ് ഈക്വൽ ടു 2, b ഈസ് ഈക്വൽ ടു 3 എന്നുണ്ട് അല്ലെ. നോക്കിയേ ഇവിടെ എ ബി നമ്മൾ നോക്കി. എ ബിയേക്കാൾ ചെറുതല്ല. അതേ പറയാം ഹൈപ്പർബോളയുടെ കാര്യത്തിൽ എ ബിയേക്കാൾ വലുതോ ചെറുതോ ഈക്വലോ ആകാം. ഇവിടെ എ എന്നുള്ള 2, b ഈക്വൽ 3 ആണ്. എലിപ്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരിക്കലും പറ്റില്ല. എ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കണം. അപ്പൊ അത് ഇത്രയും കിട്ടി. എ ബി കിട്ടിയാൽ പിന്നെ ഉടനെ സി കണ്ടുപിടിക്കുക. എന്തായിരിക്കും? റൂട്ട് ഓഫ് a² പ്ലസ് b². അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 4 പ്ലസ് 9 റൂട്ട് 13 എന്ന് കിട്ടും. അതുകൊണ്ട് എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത് സി ബൈ എ ദാറ്റ് ഈസ് റൂട്ട് 13 ഡിവൈഡഡ് ബൈ 2 ഉണ്ടോ? അത്രയും കിട്ടി. ഇനി നമ്മൾ ആസ് യൂഷ്വൽ എന്ത് ചെയ്യണം? ഫോസൈ. ആദ്യമേ ഫോസൈ എന്ത് ഇങ്ങനെയുള്ള ഹൈപ്പർബോള ഫോക്കസ് y ആക്സിസ് അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് 0 പ്ലസ് ഓർ മൈനസ് സി ആണ്. ദാറ്റ് ഈസ് 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് 13 എന്ന് കിട്ടും. ഇനി അടുത്തത് വെർട്ടീസസ് കണ്ടുപിടിക്കുക. വെർട്ടീസസ് അല്ലേ. വെർട്ടീസസ് എന്ന് പറയുന്നത് y ആക്സിസിലാണല്ലോ. അപ്പൊ 0 പ്ലസ് ഓർ മൈനസ് എ ദാറ്റ് ഈസ് 0 പ്ലസ് ഓർ മൈനസ് 2 കിട്ടി. ഇനി അടുത്തത് ബാക്കിയൊക്കെ ഇനി നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റസ് സെക്ടർ ഉള്ളൂ അല്ലേ. ട്രാൻസ്വേഴ്സ് ആക്സിന്റെയും കോൺജുഗേറ്റ് ആക്സിന്റെ ലെങ്ത് ഒന്നും കാണാൻ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ എക്സെൻട്രിസിറ്റി കാണാൻ പറഞ്ഞത് അത് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് സെക്ടർ 2 × b² ബൈ a. മനസ്സിലായി? ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. ഇതെല്ലാം ആവർത്തനമായതുകൊണ്ടേ നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക. കൂടുതൽ പ്രോബ്ലംസ് ഞാൻ നോട്ട്ബുക്കിൽ എഴുതിയായിരിക്കാം. ഇൻ ക്വസ്റ്റ്യൻ 7 to 15 ഫൈൻഡ് ദ ഇക്വേഷൻസ് ഓഫ് ഹൈപ്പർബോള സാറ്റിസ്ഫൈങ് ദ ഗിവൺ കണ്ടീഷൻസ്. നമ്മൾ എലിപ്സിലും പരാബോളയിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. നേരെ തിരിച്ചായി ചെയ്യാൻ പോകുന്നത്. ചില കണ്ടീഷൻസ് തന്നിട്ട് അവ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൈപ്പർബോളകളുടെ സമവാക്യങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ തന്നെയാണ് നമ്മൾ എലിപ്സിലും പരാബോളയിലൊക്കെ ചെയ്തത് അല്ലെ. ഇതുവരെ നമ്മൾ ചെയ്തത് ഇക്വേഷൻസ് തന്നിട്ട് അതിന്റെ ടേംസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി നേരെ തിരിച്ച് ചില ടേംസ് തന്നിട്ട് അത് ഉപയോഗിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 7 വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് 2 0 ആയിരിക്കണം. ഫോസൈ പ്ലസ് ഓർ മൈനസ് 3 0 ആയിരിക്കണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൈപ്പർബോളയുടെ സമവാക്യം കണ്ടുപിടിക്കുക. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക. രണ്ട് ഹൈപ്പർബോളകളിൽ ഏത് രൂപമാണെന്ന് തിരിച്ചറിയുക. ഫ്രം ദ ഗിവൺ കണ്ടീഷൻസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ റിക്വയർഡ് ഹൈപ്പർബോള ഈസ് ഇൻ ദ ഫോം ഓഫ് ഏതായിരിക്കും? രണ്ടും ഫോക്കസുകളും വെർട്ടിസസ് എക്സ് ആക്സിൽ എടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ടൈപ്പ് അല്ലേ വരിക? ഈസ് ഇൻ ദ ഫോം ഓഫ് x² ബൈ a² മൈനസ് y² ബൈ b² ഈക്വൽ ടു 1. മനസ്സിലായ എല്ലാവർക്കും? കാരണം ഫോക്കസുകളും വെർട്ടിസസും കിടക്കുന്നത് എക്സ് ആക്സിലാണ്. എക്സ് ആക്സിൽ ഫോക്കസ് വെർട്ടിസസും കിടക്കുന്നത് ആദ്യത്തെ ഹൈപ്പർബോളയാണ്. അത് അറിഞ്ഞിരിക്കുക.
അപ്പൊ അത് കിട്ടി തിരിച്ചറിഞ്ഞു നമ്മള്. ഇനി ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കണം. ഇത് തന്നിരിക്കുന്ന കണ്ടീഷൻ ഉപയോഗിച്ച് എയും ബിയും കണ്ടുപിടിക്കുക. എലിപ്സ് ചെയ്തതല്ലേ അതുപോലെ തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? ഗിവൺ ദാറ്റ് വെർട്ടീസസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 0 ഇംപ്ലൈസ് ദാറ്റ് വെർട്ടീസസ് കാണാൻ ഫോർമുല ഈ ഹൈപ്പർബോളയുടെ വെർട്ടീസസ് പറയുന്നതായിരിക്കും പ്ലസ് ഓർ മൈനസ് a0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 0. therefore a യുടെ വാല്യൂ 2 എന്ന് കിട്ടും അല്ലേ? a യുടെ വാല്യൂ 2 കിട്ടി. ഇനി ബി കണ്ടുപിടിക്കണ്ടേ? അതിന് ഫോസൈ ഉപയോഗിക്കാം. ഫോസൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 0. ഇനി ഫോക്കസ് കാണാൻ യഥാർത്ഥത്തിൽ ഫോർമുല എന്താണ്? പ്ലസ് ഓർ മൈനസ് c0 എന്നാണ്. ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 0. അതുകൊണ്ട് സിയുടെ വാല്യൂ നമുക്ക് 3 എന്നും കിട്ടി. എയും സി കാണാൻ ബി കാണാൻ എളുപ്പമല്ലേ? എന്താണ് ബി എന്ന് പറയുന്നത്? റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എഴുതി തന്നിട്ടുണ്ട്. ബി ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എങ്ങനെയെങ്കിലും എഴുതാൻ കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് സി സ്ക്വയർ ദാറ്റ് ഈസ് 9 മൈനസ് 4 റൂട്ട് ഓഫ് 9 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 5 എന്നും കിട്ടി. therefore ലാസ്റ്റ് എഴുതാം എ ബി എഴുതാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇക്വേഷൻ ഓഫ് റിക്വയർഡ് ഹൈപ്പർബോള ഈസ് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ 2 അപ്പൊ 4 2 സ്ക്വയർ 4 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് 5. അപ്പൊ അതിന്റെ സ്ക്വയർ 5 ആയിട്ടുള്ളൂ. റൂട്ട് 5 സ്ക്വയർ 5 ഈക്വൽ ടു 1. ഇതാണ് ഫൈനൽ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം 8 ശ്രദ്ധിച്ചേ. 8ാമത്തെ ചോദ്യം വെർട്ടീസസ് പ്ലസ് ഓർ 0 പ്ലസ് ഓർ മൈനസ് 5 ആയിരിക്കണം. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ വെർട്ടീസസ് y ആക്സിലാണ്. 0 പ്ലസ് ഓർ മൈനസ് 5 ആണ് y ആക്സിലാണ്. ഫോസൈ എന്നുള്ള 0 പ്ലസ് ഓർ മൈനസ് 5. അപ്പൊ എന്താ രണ്ടാമത്തെ ഇതേപോലത്തെ ഹൈപ്പർബോളയിലേ വരുള്ളൂ. അപ്പൊ എന്താ ആദ്യം എഴുതുന്നതാണ്? ഫ്രം ദ ഗിവൺ കണ്ടീഷൻസ് it is clear that the required hyperbola is in the form of എന്ത് കിട്ടും? രണ്ടാമത്തെ ടൈപ്പാണ് y സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ആണ്. ആദ്യമേ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു എഴുതി. ഇനി നമുക്ക് എയും ബി കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻ ഗിവൺ ദാറ്റ് വെർട്ടീസസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 5 തന്നിട്ടുണ്ടല്ലോ. ഇനി വെർട്ടീസസ് കാണാൻ ഫോർമുല എന്താ? ശരിക്കും ഈ ഹൈപ്പർബോളയുടെ ഇതാണ് രണ്ടാമത്തെ. ഈ ഹൈപ്പർബോളയുടെ വെർട്ടീസസ് കാണാൻ ഫോർമുല എന്താണ്? 0 പ്ലസ് ഓർ മൈനസ് എ ആണ്. ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 5. അതുകൊണ്ട് എയുടെ വാല്യൂ 5 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് അഗെയിൻ ഫോസൈ ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 8 തന്നിട്ടുണ്ടോ? എടുത്തെഴുതി. ഫോസൈ കാണാൻ ഫോർമുല ഈ ഹൈപ്പർബോളയുടെ ഫോസൈ കാണാൻ ഫോർമുല എന്താണ്? 0 പ്ലസ് ഓർ മൈനസ് സി അല്ലേ? ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 8. കമ്പയർ ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ 8 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എയും കിട്ടി സിയും കിട്ടി. അപ്പൊ ഇതുപോലെ തന്നെ മുകളിൽ ഇതുപോലെ തന്നെ ബി കണ്ടുപിടിക്കാം. എയും ബിയും കിട്ടിയാൽ പിന്നെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. സെയിം റെപ്പറ്റേഷൻ ആണ്, കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ക്വസ്റ്റ്യൻ 10 ശ്രദ്ധിച്ച്. ഫോസൈ പ്ലസ് ഓർ മൈനസ് 5 0 ആയിരിക്കണം. ദ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 8. ലെങ്ത് എന്നുണ്ടല്ലോ ട്രാൻസ്വേഴ്സ് ആക്സിന്റെ ലെങ്ത് 8. ഇതിന് സിമിലർ ആയിട്ടുള്ള എലിപ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പം ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക ഏതായിരിക്കും റിക്വയർഡ് ഹൈപ്പർബോള. ഫ്രം ദ ഗിവൺ കണ്ടീഷൻസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ റിക്വയർഡ് ഹൈപ്പർബോള ഈസ് ഇൻ ദ ഫോം ഓഫ് ഏതായിരിക്കും? ആദ്യത്തെ ടൈപ്പ് അല്ലേ? ഫോസൈ എന്നുള്ള എക്സ് ആക്സിൽ. അപ്പൊ എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഈ രൂപത്തിലായിരിക്കും അല്ലെ? റിക്വയർഡ് ഹൈപ്പർബോള ഈ രൂപത്തിലായിരിക്കും. ഇനി നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടീഷൻസ് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യാം. ആദ്യമേ നമുക്ക് എഴുതാം ഫോസൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 0. ഇറ്റ് ഇംപ്ലൈസ് ഫോസൈ കാണാൻ ഈ ഹൈപ്പർബോളയുടെ ഫോസൈ എന്ന് പറയുന്നതായിരിക്കും പ്ലസ് ഓർ മൈനസ് സി 0 അല്ലെ? ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 0. കമ്പയർ ചെയ്യുമ്പോൾ സി ഈക്വൽ ടു 5 എന്ന് കിട്ടിയേ. ഇനിയും അടുത്തത് ഇനി നമുക്ക് എയും ബിയും കിട്ടണം. ഇവിടെ സി എ കിട്ടിയിട്ടുള്ളൂ. ഫോക്കസ് അല്ലേ അത്. ഇനി അടുത്ത ട്രാൻസ്വേഴ്സ് ആക്സിന്റെ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈക്വൽ ടു 8. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈക്വൽ ടു 8. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് 2a അല്ലേ? ട്രാൻസ്വേഴ്സ് ആക്സിന്റെ ആകെ നീളം 2a അല്ലേ? ഈസ് ഈക്വൽ ടു 8. അതുകൊണ്ട് എയുടെ വാല്യൂ 8/2 ഈക്വൽ ടു 4 എന്ന് കിട്ടിയേ. എയും സിയും കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ എന്ന പോലെ നമുക്ക് ബി കണ്ടുപിടിക്കാമല്ലോ. ബി ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് സി എന്താ പറയുക? സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഞാൻ എഴുതി തന്നിട്ടുണ്ടോ? നോട്ട്ബുക്കിലുണ്ട്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 25 മൈനസ് 16 റൂട്ട് 9 ഈസ് ഈക്വൽ 3 എന്ന് കിട്ടും. 25 9 റൂട്ട് എടുത്താൽ 3. അതുകൊണ്ട് നമുക്ക് എഴുതാനോ എയും ബിയും കിട്ടിയാൽ ഇക്വേഷൻ എഴുതാനോ. ഇക്വേഷൻ റിക്വയർഡ് ഹൈപ്പർബോള ഈസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 16 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു 1. ഇതാണ് ആൻസർ.
അടുത്ത ചോദ്യം 13 ശ്രദ്ധിക്കുക. ഫോസൈ എന്നുള്ള പ്ലസ് ഓർ മൈനസ് 40 ആയിരിക്കും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 8. ലാറ്റസ് റെക്ടം മീൻസ് ഓഫ് ലെങ്ത് 8 എന്നുണ്ട്. ലാറ്റസ് റെക്ടം ആണ് കേട്ടോ തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരുന്നത് ട്രാൻസ്വേഴ്സ് ആക്ഷൻ നീളമായിട്ട്. ഇവിടെ അങ്ങനെ ലാറ്റസ് റെക്ടം ആണ്. ലാറ്റസ് റെക്ടത്തിന്റെ നീളം കാണാൻ ഫോർമുല 2b² അതിന്റെ വാല്യൂണ് 8. അത് അറിഞ്ഞിരിക്കാം. ഫോസൈ തന്നിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ്. അപ്പൊ ആദ്യം തിരിച്ചറിയാം ഏത് ആയിരിക്കും റിക്വയർഡ് ഹൈപ്പർബോള. ഫോസൈ നോക്കുമ്പോൾ അറിയാം എക്സ് ആക്സിലല്ലേ കിടക്കുന്നത്. അപ്പം റിക്വയർഡ് ഹൈപ്പർബോള ഈസ് ഇൻ ദ ഫോം ഓഫ് x² - y² - b² = 1 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇനി എങ്ങനെയാണ് എ ബി കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ഫോസൈ എഴുതാം. ഫോസൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 40 തന്നിട്ടുണ്ട്. ഇറ്റ് ഇംപ്ലൈസ് ഈ ഹൈപ്പർബോളയുടെ ഫോസൈ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് c0 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 40. therefore c യുടെ വാല്യൂ 4 കിട്ടി. ഇനി എ കൂടെ കണ്ടുപിടിക്കണം അല്ലേ? അതിനെന്താ അഗെയിൻ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈസ് ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 8. ഇറ്റ് ഇംപ്ലൈസ് ലാറ്റസ് റെക്ടത്തിന്റെ നീളം കാണാനുള്ള ഫോർമുല 2 × b² / a ഈസ് ഈക്വൽ ടു 8 ആണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് 2 അല്ലെങ്കിൽ 2b² ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 8. കാരണം ഇവിടെ എയും ബി അറിയില്ലല്ലോ. ഇതിനകത്ത് സി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, എയും ബിയും കിട്ടിയിട്ടില്ല. അപ്പം ഇത് ക്രോസ് മൾട്ടിപ്ലൈ 2b² = 8. അല്ലെങ്കിൽ നമുക്ക് ഈ 2 ഡിവൈഡ് ചെയ്ത് നമ്മുടെ 2 കോമൺ ഫാക്ടർ b² ഈസ് ഈക്വൽ ടു 4a എന്ന് എഴുതാലോ. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ b² = 4a എന്ന് എഴുതാം. അതുകൊണ്ട് ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് ആവശ്യം b² = 4a. അപ്പൊ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ടൈപ്പ് ആണ്. കാരണം സി കിട്ടി, കഴിഞ്ഞ നേരത്തെ സി കിട്ടിയാൽ പിന്നെ എ കിട്ടിയാൽ പിന്നെ എളുപ്പമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, സി കിട്ടി പിന്നെ എയും ബി ഇല്ല. നമുക്ക് വേണ്ടത് ഇക്വേഷൻ കാണാൻ വേണ്ടത് എയും ബി ആണ്. രണ്ടും കിട്ടിയിട്ടില്ല. b² = 4a എന്നുള്ളൊരു ബന്ധം കിട്ടി. അപ്പൊ എന്ത് ചെയ്യാന്നറിയാം, നമുക്കറിയാവുന്ന ഒരു റിലേഷൻ ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യം വി നോ ദാറ്റ് എന്താണ് c² ഈസ് ഈക്വൽ ടു a² പ്ലസ് b², അല്ലെങ്കിൽ c = √a² പ്ലസ് b². ഇങ്ങനെ ഒരു റിലേഷൻ നമ്മുടെ കൈവശമുണ്ട്. അപ്പൊ ഇതിനകത്ത് കൊടുക്കാം. സി അറിയാം നമുക്ക് 4 4² 16 കണ്ടോ. c = 4 കിട്ടിയിട്ടുണ്ട്. 16 4² 16. a² അതുപോലെ എടുക്കട്ടെ. പ്ലസ് b² സ്ഥാനത്ത് 4 എന്ന് കൊടുക്കാൻ പാടില്ലേ? കൊടുക്കാമല്ലോ. കാരണം b² = 4 തൊട്ട് മുകളിൽ കിടപ്പുണ്ട്. ലാറ്റസ് റെക്ടത്തിന്റെ നീളം ഉപയോഗിച്ച് b² = 4. അപ്പൊ ആ b² സ്ഥാനത്ത് 4 നിർത്തും. ഇപ്പൊ നോക്കി നമുക്ക് എയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. എല്ലാം ഒരു സൈഡിൽ എഴുതി 16 അങ്ങോട്ട് എടുക്കാം. അപ്പൊ a² പ്ലസ് 4a - 16 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടുന്നുണ്ട്. ഏതെങ്കിലും സൈഡിലേക്ക് എടുക്കുക. ഞാൻ ഈ 16 അങ്ങോട്ട് എടുക്കുന്നുള്ളൂ. അപ്പൊ a² പ്ലസ് 4a - 16 = 0. ഇറ്റ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെ. അപ്പൊ അത് സോൾവ് ചെയ്താൽ 7 വാല്യൂ കിട്ടില്ലേ? കിട്ടും. എങ്ങനെയാണ് 7 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുക? therefore a is equal to ഫോർമുല വെച്ചോളൂ. -b പ്ലസ് ഓർ മൈനസ് വെച്ച് നിങ്ങൾക്കറിയാം. -4 പ്ലസ് ഓർ മൈനസ് √b² 16 അല്ലെ. 4² b² - 4ac 4 × 1 × -16. അപ്പൊ അത് കിട്ടും പ്ലസ് 64 കിട്ടും അല്ലെ. 64 4 × 1 × -16. മൈനസ് പ്ലസ് വരും. ഹോൾ ഡിവൈഡ് ബൈ 2a ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -4 പ്ലസ് ഓർ മൈനസ് കിട്ടും √80 ബൈ 2 എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 പ്ലസ് ഓർ മൈനസ് √80 തന്നെ ഘടാക്കര ചെയ്ത് കഴിഞ്ഞാലോ, √80 ഘടാക്കര ചെയ്ത് കഴിഞ്ഞാൽ 4 × 16 × 5 എന്ന് എഴുതാം. അപ്പം 4√5 എന്ന് വേണമെങ്കിൽ എഴുതാം. ബൈ 2 എന്ന് എഴുതാം. 16 × 5 എഴുതാം. 16 √4 അങ്ങനെ എഴുതാം. എന്നിട്ട് 4 പുറത്തേക്ക് എടുത്തിട്ടേ ഈ 2 കൊണ്ട് അല്ലെങ്കിൽ ഓരോന്നിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. അപ്പൊ എന്ത് കിട്ടും? -4/2 -2 പ്ലസ് ഓർ മൈനസ് 2 √5 എന്ന് കിട്ടും. ഓരോന്നിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -4 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2 പ്ലസ് ഓർ മൈനസ് 4 ഡിവൈഡ് ചെയ്ത് ഇനി അത് ഏതായിരിക്കും സ്വീകാര്യമായിട്ടുള്ള വരി? 2 സ്വീകരിക്കാവോ? അതായത് -2 പ്ലസ് 2 √5 ഉണ്ട്, -2 √5 ഉണ്ട്. ഏന്നുള്ള പോസിറ്റീവ് ആയിരിക്കണ്ടേ? കാരണം ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിന്റെ പകുതി നീളമല്ലേ. നീളം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. therefore the admissible value of a is എന്ത് കിട്ടും? -2 പ്ലസ് 2 √5. ഇതല്ലേ പോസിറ്റീവ് ആയിട്ടുള്ളൂ. -2 √5 നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിനകത്ത് സ്വീകാര്യമായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് -2 പ്ലസ് 2 √5 ആണ്. ഇതാണ് എയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. ഈ റാഷണൽ ആയിട്ട് കിട്ടുന്ന എയുടെ വാല്യൂ -2 പ്ലസ് 2 √5. അത് തിരിച്ചിട്ടാ ഓർ 2 √5 - 2 ഇട്ടാലും മതി. ഇത് തിരിച്ചിട്ടാലും മതി. 2 √5 - 2. ഇനി നമുക്ക് എന്ത് കിട്ടണം? എ കിട്ടണ്ടേ? ഇക്വേഷൻ കാണണമെങ്കിൽ ബി കിട്ടണം. എ കിട്ടിയിട്ടുള്ളൂ. അപ്പം b² ഈസ് ഈക്വൽ ടു 4 × a കണ്ടോ. അപ്പൊ ദാറ്റ് ഈസ് 4 × -2 പ്ലസ് 2 √5 എന്ന് കിട്ടും.
അതുകൊണ്ട് ഇക്വേഷൻ ഓഫ് റിപ്പീറ്റഡ് ഹൈപ്പർബോള എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ചെയ്യണം കേട്ടോ. ബിയുടെ സ്ക്വയർ കിടപ്പുണ്ട്, എന്നിട്ട് കൊടുത്ത് ലഘൂകരിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ടൈപ്പാണ്, പറ്റുന്നവർ മാത്രം ചെയ്താൽ. ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ, നിർബന്ധമില്ല കേട്ടോ. അത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതല്ല, പുസ്തകത്തിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. പറ്റുന്നവർ മാത്രമേ, ബാക്കി നോട്ട്ബുക്കിൽ എഴുതാം സിംപ്ലിഫിക്കേഷൻ ഒക്കെ. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഹൈപ്പർബോളയും തീർന്നു. ഇതെല്ലാം മിക്കവാറും ചോദ്യങ്ങളെല്ലാം എലിപ്സിനോട് സാമ്യമുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് എലിപ്സും പഠിക്കുമ്പോൾ ആ കൂടെ തന്നെ ഹൈപ്പർബോളയോട് പഠിച്ചാൽ നല്ലതാണ്. ഒരേപോലെ ഉള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ എല്ലാവരും ചെയ്തു. ഇതോടുകൂടി അധ്യായം തന്നെ തീർന്നു. കോണിക് സെക്ഷൻസ് എന്നുള്ള അധ്യായം തീർന്നു. അപ്പം തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകമായിട്ടും ആ പരാബോള, എലിപ്സ്, ഹൈപ്പർബോള ഇവയുടെ ടേബിൾസിൽ ആ ഫോർമുലകളെല്ലാം നന്നായിട്ട് വൃത്തിയായി പഠിക്കുക. പിന്നെ അതിനകത്ത് ആദ്യത്തെ ബുദ്ധിമുട്ടുള്ളവർ ആദ്യത്തെ പ്രോബ്ലംസ് ഒക്കെ പഠിച്ചാൽ മതിയാവും. ബാക്കി ഇനി ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് പുസ്തകത്തിൽ, അതായിരിക്കും മിക്കവാറും പരീക്ഷയ്ക്ക് വരിക. അത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് എഴുതി അയച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു.